മെയിനായിട്ട് ഒരു സാരിയിൽ എംബ്രോയിഡറി ചെയ്യുന്ന സ്ഥലങ്ങൾ എവിടെയാണോ പല്ലു പോർഷനിൽ നിന്ന് മെഷർ ചെയ്ത് വന്ന് നിൽക്കുന്നത് അവിടെ മുതൽ ഫ്രണ്ടിട്ട് നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഫ്ലീറ്റ്സിൻ്റെ അവിടെ നമുക്ക് 30 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ ഒരു ഡിസൈൻ കൊടുക്കാം. ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇത് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ ഇഫ് യു ഗൈസ് ആർ വാച്ചിങ് മീ ഫോർ ദ ഫസ്റ്റ് ടൈം, പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഓൾസോ എനിക്കൊരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, അതിൽ കൂടി ഒന്ന് ഫോളോ ആക്കിയേക്കാം. സോ ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് ഒരു സാരി നമുക്ക് എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്നുള്ളതാണ്. പലർക്കും ഉള്ള ഒരു ഡൗട്ടാണ് നമ്മൾ സാരിയുടെ ഏതൊക്കെ പോർഷനിലാണ് എംബ്രോയിഡറി വർക്ക് ചെയ്യുക എന്നുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ എന്തെങ്കിലും വലിയൊരു ഡിസൈൻ നമ്മൾ മുന്താണി പോർഷനിൽ ചെയ്യും, അതുപോലെ തന്നെ സാരിയുടെ ചെസ്റ്റ് പോർഷനിൽ ചെയ്യും. അങ്ങനെ എവിടെയൊക്കെയാണ് ഒരു സാരിയിൽ നമ്മൾ എംബ്രോയിഡറി ചെയ്യേണ്ടത്, അതുപോലെ എത്ര ഗ്യാപ്പ് ഇട്ടിട്ടാണ് എംബ്രോയിഡറി ചെയ്യേണ്ടത്, ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് നോക്കാം. ഞാൻ എംബ്രോയിഡറി വർക്ക് ചെയ്ത ഒരു സാരിയാണ് ഇത്. ഈ സാരി വെച്ച് ഞാൻ പറഞ്ഞുതരാം എവിടെയൊക്കെയാണ് നമ്മൾ എംബ്രോയിഡറി ചെയ്യുക എന്നുള്ളത്. സോ ഈ സാരിയിൽ ഫസ്റ്റ് ഡിസൈൻ വരുന്നത് ഇതിൻ്റെ മുന്താണി പോർഷനിലാണ്. മുന്താണിയുടെ സാരിയുടെ ബാക്കിലേക്ക് നമ്മൾ ഇടുന്നതാണ് പല്ലു അല്ലെങ്കിൽ മുന്താണി. സോ ആ പോർഷനിലെ എൻഡിലാണ് ഒരു ഡിസൈൻ വരുന്നത്. ഇതാണ് ഞാൻ കൊടുത്തിരിക്കുന്ന ആ ഡിസൈൻ. ഇത് വലിയൊരു ഫ്ലവർ ബഞ്ചിൻ്റെ ഡിസൈനാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഈ ഡിസൈൻ ഈ സാരിയുടെ തുമ്പിൽ നിന്ന് ഒരു 2.5 സെൻറ്റിമീറ്റേഴ്സ് അകത്തി വേണം നമുക്ക് ചെയ്യാൻ. അതുപോലെ ഇതുപോലെ ലേസൊക്കെ വെക്കാൻ നേരത്ത് ആ ഒരു ഗ്യാപ്പ് വരുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ബാക്കിൽ നമ്മൾ ഫ്ലീറ്റ്സ് എടുക്കുമ്പോൾ ഓരോ ആൾക്കാരുടെയും പ്രിഫറൻസ് ആണ് തിക്കായിട്ടുള്ള പ്ലീറ്റ്സ് എടുക്കണോ അല്ലെങ്കിൽ തിന്നായിട്ടുള്ള പ്ലീറ്റ്സ് എടുക്കണമെന്ന്. അപ്പോൾ എങ്ങനെ ഫ്ലീറ്റ്സ് എടുത്താലും ഒരു 2.5 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടാൽ ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ ഡിസൈൻ കാണത്തക്ക രീതിയിൽ വരണമെങ്കിൽ ഇത്രയും ഗ്യാപ്പ് കൊടുക്കണം. 2 to 2.5 സെൻറ്റിമീറ്റേഴ്സ് ഗ്യാപ്പ് കൊടുക്കാം. അതുപോലെ തന്നെ താഴത്തുനിന്ന് ഞാനൊരു 5 സെൻറ്റിമീറ്റേഴ്സ് ഗ്യാപ്പാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. സോ സാരിയുടെ എല്ലാവരും കാണുന്ന പോർഷനിലുള്ള ഒരു ഡിസൈനാണ് ഈ പല്ലുവിൻ്റെ താഴെ വരുന്ന പോർഷൻ. അതുപോലെ തന്നെ ചില ആൾക്കാരുടെ പ്രിഫറൻസ് ആണ് പല്ലു പോർഷൻ കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ചെറിയ ഡിസൈൻ. പല്ലുവിൽ എന്തായാലും നമ്മളൊരു വലിയ ഡിസൈനാണ് കൊടുക്കുന്നത്, അതുപോലെ ഒരു ചെറിയ ഡിസൈൻ ഈ ഒരു ഭാഗത്ത്. അത് പല ആൾക്കാരുടെയും പ്രിഫറൻസ് ആണ്. ചില ആൾക്കാർ പ്രിഫർ ചെയ്യില്ല, ചില ആൾക്കാർ പ്രിഫർ ചെയ്യും. അപ്പോൾ ഈ ഒരു ഡിസൈനിൽ നിന്ന് ഒരു 30 സെൻറ്റിമീറ്റേഴ്സ് ഗ്യാപ്പ് ഇട്ട് വേണം അടുത്ത ഒരു ഡിസൈൻ നമ്മൾ കൊടുക്കാനായിട്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ചെസ്റ്റ് പോർഷൻ്റെ ഡിസൈനാണ്. എന്നുവെച്ചാൽ ഫ്രണ്ടിൽ നമ്മൾ കാണുന്ന പ്ലീറ്റ്സിൽ വരുന്ന ഡിസൈൻ. ഈ ഡിസൈൻ ഞാൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഒരു അളവ് പറയുകയാണെങ്കിൽ നമ്മുടെ പല്ലു പോർഷനിൽ നിന്ന് നമ്മൾ ഇങ്ങനത്തെ ഒരു ടേപ്പ് വെച്ച് മെഷർമെൻറ്റ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ പല്ലു പോർഷനിൽ നിന്ന് 45 ഇഞ്ചസ് ലെങ്ത്, 45 ഇഞ്ചസ് നമ്മുടെ പല്ലു പോർഷനിൽ നിന്ന് വിട്ടിട്ട് വരുന്ന ഭാഗമാണിത്. അപ്പോൾ 45 ഇഞ്ചസിനും മുന്നിലേക്ക് നമുക്ക് വർക്ക് ചെയ്താൽ ഫ്രണ്ടിൽ നിന്ന് പ്ലീറ്റ്സ് എടുക്കുമ്പോൾ കാണാൻ പറ്റുന്ന രീതിയിൽ വരും ആ വർക്ക്. അപ്പോൾ ആദ്യം നമ്മൾ വർക്ക് മുന്താണിയിൽ കൊടുക്കുന്നു, പിന്നെ ഒരു 30 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ട് നടുവിലുള്ള പോർഷനിൽ കൊടുക്കുന്നു, പിന്നെ 45 ഇഞ്ചസ് നമ്മളൊരു ടേപ്പിൽ മെഷർ ചെയ്ത് കിട്ടുമ്പോൾ ഉള്ള പോർഷൻ മുതൽ മുന്നോട്ട് കൊടുത്താൽ ഫ്രണ്ടിലെ ചെസ്റ്റ് പോർഷനിലുള്ള ഫ്ലീറ്റ്സിൽ ഡിസൈൻ വരുന്നതായി. അതാണ് ഈ ഡിസൈൻ. അതുപോലെ തന്നെ ഈ ഗ്യാപ്പും നമ്മൾ ഒരു 2.5 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല വൃത്തിയായിട്ടിരിക്കും. അതുപോലെ തന്നെ തിക്ക് പ്ലീറ്റ്സ് അല്ലെങ്കിൽ തിൻ പ്ലീറ്റ്സ് പോലെ ഇരിക്കും. അത് എന്തായാലും 2.5 സെൻറ്റിമീറ്റേഴ്സ് ആപ്റ്റായിട്ടുള്ളൊരു വിഡ്ത്താണ് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ പല ആൾക്കാർക്കും ഹൈറ്റ് ഡിഫറൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു മീഡിയം ഹൈറ്റ് ഉള്ള ഒരാളുടെ മെഷർമെൻറ്റ്സ് ആണ് ഞാൻ പറയുന്നത്. കുറച്ചും കൂടെ ഹൈറ്റ് കുറവുള്ള ഒരാൾക്കാർക്കാണെങ്കിൽ ഇത്രയും 45 ഇഞ്ചസ് എടുക്കേണ്ട കാര്യം വരില്ല. ഒരു 44.5 അതൊക്കെ മതി.
കുറച്ചുകൂടി പൊക്കമുള്ള ഒരാളാണെങ്കിൽ 45.5 എവിടെയാണോ പല്ലു പോർഷനിൽ നിന്ന് മെഷർ ചെയ്ത് വന്ന് നിൽക്കുന്നത് അവിടെ മുതൽ ഫ്രണ്ടിട്ട് നമുക്ക് ചെയ്യാം. ഒരു 45 ഇഞ്ചസ് ആപ്റ്റ് ആയിട്ടുള്ള ഒരു മെഷർമെൻ്റ് ആണ് എംബ്രോയിഡറി ചെയ്യാനായിട്ട്. ഇനി നമ്മൾ എവിടെ എംബ്രോയിഡറി ചെയ്യുന്നതെന്ന് വെച്ചാൽ താഴത്തേക്കുള്ള ലെഗ് പോർഷനിൻ്റെ അവിടെ വരുന്ന വെർട്ടിക്കൽ പ്ലീറ്റ്സിൻ്റെ അവിടെയാണ് നമ്മൾ എംബ്രോയിഡറി ചെയ്യുന്നത്. ഈ വെർട്ടിക്കൽ പോർഷനിൽ ഈ സാരിയിൽ ഞാൻ ആ വെർട്ടിക്കൽ പോർഷനിൽ എംബ്രോയിഡറി ചെയ്തിട്ടില്ല. ഞാൻ എംബ്രോയിഡറി ചെയ്ത വേറൊരു സാരിയുടെ ക്ലിപ്പ് കൊടുത്തേക്കാം. അപ്പോൾ വെർട്ടിക്കൽ പോർഷനിൽ നമ്മൾ എംബ്രോയിഡറി ചെയ്യുമ്പോൾ സാരിയുടെ തുമ്പിൽ നിന്നും കുറച്ചുകൂടെ ഹൈറ്റ് കൂട്ടി കൊടുക്കണം. ഇവിടെ നമ്മൾ 2 അല്ലെങ്കിൽ 2.5 സെൻറ്റിമീറ്റേഴ്സ് ആണ് കൊടുക്കുന്നതെങ്കിൽ വെർട്ടിക്കൽ പ്ലേറ്റ്സ് വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ കാണുന്ന രീതിയിൽ ഒരു 4 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഒരു 5 സെൻറ്റിമീറ്റർ സാരിയുടെ തുമ്പിൽ നിന്നും മാറ്റി വേണം ചെയ്യാൻ. അത് കൂടുതൽ താഴ്ന്നു പോകാൻ പാടില്ല, കൂടുതൽ പൊങ്ങിയും പോകാൻ പാടില്ല. അതാണ് ഭംഗി. അതാണ് ഞാൻ ഒരു 4 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഒരു 5 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ കൊടുക്കാൻ പറയുന്നത്. അതുപോലെ തന്നെ ഫ്ലീറ്റ്സിൻ്റെ അവിടെ നമുക്ക് 30 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ ഒരു ഡിസൈൻ കൊടുക്കാം. ഫ്ലീറ്റ്സിൽ ഒരു 6-7 ഫ്ലീറ്റ്സ് വരുവാണെങ്കിൽ ഓരോ ഫ്ലീറ്റ്സിലും നമ്മൾ നടക്കുമ്പോൾ കാണാൻ പറ്റുന്ന രീതിയിൽ ഡിസൈൻ വരണമെങ്കിൽ ഒരു 30 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഓരോ ഡിസൈൻസ് തമ്മിലും നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ സാരിയുടെ അരികിൽ നിന്ന് നമ്മൾ 4 അല്ലെങ്കിൽ 5 സെൻറ്റിമീറ്റേഴ്സ് പൊക്കിയിട്ട് വേണം എംബ്രോയിഡറി ചെയ്യാൻ. പിന്നെ ചില ആൾക്കാരുടെ പ്രിഫറൻസ് ആണ് റൈറ്റ് ലെഗ് പോർഷനിൽ ഒരു ഡിസൈൻ വരിക എന്നുള്ളത്. ചില ആൾക്കാർ പ്രിഫർ ചെയ്യും അത്, ചില ആൾക്കാർ അത് പ്രിഫർ ചെയ്യില്ല. അപ്പോൾ റൈറ്റ് ലെഗ് പോർഷനിൽ നിങ്ങൾ എങ്ങനെയാണ് ആ ഒരു പോർഷൻ കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത് നമ്മൾ റഫായിട്ട് സാരി ഒന്ന് ചുറ്റി വേണമെങ്കിലും നോക്കാം. സാരി ചുറ്റി നോക്കുമ്പോൾ എവിടെയാണ് നിങ്ങളുടെ റൈറ്റ് ലെഗ് പോർഷനിൽ വരുന്നത് അവിടെ നിങ്ങൾ മാർക്ക് ചെയ്യുക. എന്നിട്ടൊരു ഡിസൈൻ 4 അല്ലെങ്കിൽ 5 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ വരയ്ക്കുക, എംബ്രോയിഡറി ചെയ്യുക. സോ ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഒരു സാരിയിൽ എംബ്രോയിഡറി ചെയ്യുന്ന സ്ഥലങ്ങൾ. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പല ആൾക്കാരും ചോദിച്ചിരുന്നു എവിടെയൊക്കെയാണ് എംബ്രോയിഡറി ചെയ്യേണ്ടത്. നമുക്ക് എന്നിട്ടും നമുക്ക് മനസ്സിലായില്ല എങ്കിൽ നിങ്ങൾ സാരി റഫായിട്ടൊന്ന് ചുറ്റി നോക്കുക. എന്നിട്ട് പെൻസിലോ അല്ലെങ്കിൽ ചോക്ക് വെച്ചിട്ട് മാർക്ക് ചെയ്യാം പോർഷൻസ്. നിങ്ങൾക്ക് എംബ്രോയിഡറി ആവശ്യമുള്ള സ്ഥലങ്ങൾ നിങ്ങൾ മാർക്ക് ചെയ്യാം, എന്നിട്ട് അവിടെ എംബ്രോയിഡറി ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. സാരിയിൽ എംബ്രോയിഡറി ചെയ്യാൻ താല്പര്യമുള്ളവർ ഇങ്ങനെ എംബ്രോയിഡറി മാർക്ക് ചെയ്ത് ചെയ്യാം. പിന്നെ ആദ്യത്തെ ഒരു ഡിഫിക്കൽട്ടി ഉണ്ടാവുള്ളൂ, പിന്നെ മാർക്ക് ചെയ്ത് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് വരും. എവിടെയൊക്കെയാണ് എംബ്രോയിഡറി ചെയ്യേണ്ടത് ഒരു സാരിയിൽ എന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് വരും കുറച്ച് ചെയ്ത് കഴിയുമ്പോൾ. ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക് ദ വീഡിയോ. അതുപോലെ തന്നെ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീക്ക് കാണാം. താങ്ക് യു.